ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനോട് 20 റൺസിന്റെ പരാജയമാണല്ലോ ഏറ്റുവാങ്ങിയത്. ഏതായാലും മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ ആ ഒരു വിവാദ പുറത്താവലിന് ശേഷം അമ്പയറോട് തർക്കിച്ചതിന് സഞ്ജു സാംസൺ ഒരു പിഴ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം 46 പന്തുകളിൽ 86 റൺസുമായി ക്രീസിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു സാംസൺ വിവാദത്തിന്റെ അകമ്പടിയോടുകൂടെ പുറത്താവുന്നത്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. 16ാമത്തെ ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് സിക്സ് അടിക്കാൻ ശ്രമിച്ച ആ ഒരു പന്ത് ബൗണ്ടറിക്കരികിൽ ഡൽഹിയുടെ ഫീൽഡറായിട്ടുള്ള ഷായ് ഹോപ്പ് കയ്യിൽ ഒതുക്കുകയായിരുന്നു. ഷായ് ഹോപ്പ് പന്ത് കയ്യിൽ ഒതുക്കുന്ന സമയത്ത് കുഷ്യനിൽ സ്പർശിച്ചു എന്നുള്ള വിവാദവുമുണ്ട്, ഇല്ലെന്ന് മറുവാദവുമുണ്ട്. പക്ഷേ റീപ്ലേയിലൊക്കെ ഷായ് ഹോപ്പിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയത്. എന്നിരുന്നാലും മത്സരത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു നിർണായക വിക്കറ്റ് പരിശോധിക്കാൻ പോലും അമ്പയർമാർ അധികമൊന്നും മെനക്കെടാതിരുന്നതാണ് വിവാദങ്ങൾക്ക് ശേഷം തിരികൊളുത്തിയത്. ഇക്കാര്യം സഞ്ജു സാംസൺ അമ്പയറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല റിവ്യൂ ചെയ്യാനും സഞ്ജു ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനിടെ സഞ്ജു സാംസൺ അമ്പയറോട് കയർക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മാച്ച് ഫീയുടെ 30% സഞ്ജു സാംസണിന് ഫൈൻ അടക്കേണ്ടി വരികയാണ്. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു സീസൺ IPL സഞ്ജു ഫൈൻ അടക്കേണ്ടി വരുന്നത്. നേരത്തെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ, സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ സഞ്ജുവിന് 2 തവണ ഓൾറെഡി പി അടക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ തവണ 12 ലക്ഷവും തെറ്റ് വീണ്ടും ആവർത്തിച്ചപ്പോൾ 24 ലക്ഷവുമാണ് ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സഞ്ജു സാംസണിന് മാത്രമൊന്നും ആയിരുന്നില്ല, ടീമിലെ മറ്റ് താരങ്ങൾക്കും ആ ഒരു ഫൈന് ബാധകമായിരുന്നു. എന്നാലും ന്യായം ചൂണ്ടിക്കാട്ടിയതിനും ഫൈനോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നത് കാണുന്നുണ്ട്. ഏതായാലും സഞ്ജു സാംസന്റെ ആ ഒരു പുറത്താക്കൽ തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ വൈത്തിരിവായി മാറിയതും. തോറ്റെങ്കിൽ കൂടി 11 കളികളിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. ഏതായാലും എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.